അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോകുന്ന ഏതൊരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് പഠനത്തിന് ശേഷം അവിടെ തന്നെ ഒരു നല്ല കമ്പനിയിൽ ജോലി കണ്ടെത്തുക. ക്രമേണ F1 സ്റ്റുഡന്റ് വിസയിൽ നിന്ന് H1B വർക്ക് വിസയിലേക്ക് മാറുക എന്നത്. എന്നാൽ വെറുതെ ഒരു ജോലി കിട്ടിയത് കൊണ്ട് മാത്രം F1 വിസ H1B വിസയായി മാറില്ല. ഇതിന് കൃത്യമായ നിയമങ്ങളും ലോട്ടറി പ്രോസസ്സും വിസ അപേക്ഷാ ഘട്ടങ്ങളും നിലവിലുണ്ട്. ഇതിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും നിങ്ങളുടെ ലീഗൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ F1 വിസയിൽ നിന്ന് H1 വിസയിലേക്ക് മാറുന്നതിന്റെ മുഴുവൻ ഘട്ടങ്ങളും, OPT, STEM എക്സ്റ്റൻഷൻ, H1B വിസ ലോട്ടറി, ക്യാപ് ഗ്യാപ്പ് എക്സ്റ്റൻഷൻ തുടങ്ങി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ലളിതമായി തന്നെ വിശദീകരിക്കുന്നു. ഈ വീഡിയോ മുഴുവനായും കാണുക. ഒരു വിദ്യാർത്ഥി ബിരുദ പഠനം പൂർത്തിയാക്കി നേരിട്ട് H1 വിസയിലേക്ക് മാറാൻ സാധിക്കില്ല. അതിനുള്ള ആദ്യത്തെ കാര്യമാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഏതൊരു കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്കും പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട മേഖലയിൽ 12 മാസം, അതായത് 1 വർഷം US ജോലി ചെയ്യാൻ OPT അനുമതി ലഭിക്കും. നിങ്ങൾ പഠിച്ച വിഷയം സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അതായത് STEM വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അധികമായി 24 മാസം OPT നീട്ടി ലഭിക്കും. അതായത് STEM ബിരുദധാരികൾക്ക് ആകെ 3 വർഷം അമേരിക്കയിൽ ജോലി ചെയ്യാനും ഈ സമയത്തിനുള്ളിൽ H1B വിസയിൽ ലോട്ടറിയിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, OPT കാലയളവിൽ അൺഎംപ്ലോയ്മെന്റ് പരിധി ലംഘിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ്. സയൻസ് ഇതര കോഴ്സുകാർക്ക് 90 ദിവസവും, STEM വിഭാഗത്തിലുള്ളവർക്ക് ആകെ 150 ദിവസവുമാണ് അനുവദനീയമായ പരിധി, അൺഎംപ്ലോയ്മെന്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ OPTയിൽ ജോലി ചെയ്യുമ്പോൾ അടുത്ത പ്രധാന ഘട്ടം നിങ്ങളുടെ കമ്പനിയെ കൊണ്ട് H1B വിസ സ്പോൺസർ ചെയ്യിക്കുക എന്നതാണ്. വിദ്യാർത്ഥിക്ക് സ്വന്തമായി H1B വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. കമ്പനി മാത്രമാണ് നിങ്ങളുടെ പേരിൽ അപേക്ഷ നൽകേണ്ടത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് H1B വിസ ലോട്ടറിക്കായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ തുറക്കുന്നത്. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ ലോട്ടറി പ്രോസസ്സിൽ എൻറോൾ ചെയ്യിക്കണം. വർഷത്തിൽ സാധാരണയായി 65,000 ജനറൽ ക്യാപ് വിസകളും US നിന്ന് മാസ്റ്റേഴ്സ് ചെയ്തവർക്കായി 20,000 അഡ്വാൻസ്ഡ് ഡിഗ്രി ക്യാപ് വിസകളുമാണ് അനുവദിക്കാറുള്ളത്. അപേക്ഷകരുടെ എണ്ണം കൂടുതലായതിനാൽ ലോട്ടറി വഴിയാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. ലോട്ടറി സെലക്ഷൻ ലഭിച്ചാൽ ഏപ്രിൽ 1 മുതൽ ഏകദേശം 90 ദിവസത്തിനുള്ളിൽ എംപ്ലോയർ നിങ്ങൾക്കായി ഫോം I-129 H1B പെറ്റീഷൻ സമർപ്പിക്കണം. ഇതിൽ കമ്പനിയുടെ ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ അംഗീകാരവും ഉൾപ്പെടും. ഇനി ഇമിഗ്രേഷനിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തെക്കുറിച്ച് പറയാം. ക്യാപ് ഗ്യാപ്പ് എക്സ്റ്റൻഷൻ ആണത്. സാധാരണയായി ഒരു സാമ്പത്തിക വർഷത്തെ H1B വിസ പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ 1 മുതലാണ്. എന്നാൽ നിങ്ങളുടെ OPT മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ അവസാനിക്കുകയാണെന്ന് കരുതുക. മെയ് മാസം മുതൽ ഒക്ടോബർ 1 വരെയുള്ള സമയത്തെയാണ് ക്യാപ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ H1B പെറ്റീഷൻ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ആയി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ USCIS തനിയെ നിങ്ങളുടെ ലീഗൽ സ്റ്റാറ്റസും തൊഴിൽ അനുമതിയും ഒക്ടോബർ 1 വരെ നീട്ടി നൽകും. ഈ സമയത്ത് നിങ്ങൾക്ക് അമേരിക്കയിൽ നിയമപരമായി തങ്ങി ജോലിയിൽ തുടരാം. ഇതിനായി നിങ്ങളുടെ സർവകലാശാലയിലെ DSOയെ സമീപിച്ച് പുതിയ ക്യാപ് ഗ്യാപ്പ് I-20 വാങ്ങാൻ മറക്കരുത്. F1ൽ നിന്ന് H1Bയിലേക്ക് മാറുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് അന്താരാഷ്ട്ര യാത്രകൾ ഒഴിവാക്കുക എന്നതാണ്. നിങ്ങളുടെ H1B ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് പെറ്റീഷൻ USCISന്റെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്താൽ നിങ്ങളുടെ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് റദ്ദാകാൻ സാധ്യതയുണ്ട്. അപേക്ഷ സമർപ്പിക്കൽ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ആയി നൽകിയാൽ ഒക്ടോബർ 1 സ്വയം H1B വിസയിലേക്ക് മാറും. എന്നാൽ കൺസുലർ പ്രോസസ്സിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നാട്ടിൽ പോയി US എംബസിയിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് തിരികെ വരേണ്ടി വരും. H1B അപ്രൂവ് ആകുന്നതിന് മുൻപോ ഒക്ടോബർ 1 മുൻപോ ജോലി രാജിവെക്കുകയോ കമ്പനി മാറാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ വിസ സ്റ്റാറ്റസിനെ ദോഷകരമായി ബാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃത്യമായ പ്ലാനിങ്ങും കൃത്യസമയത്തുള്ള അപേക്ഷ സമർപ്പിക്കുകയുമാണ് F1 വിസയിൽ നിന്ന് H1B വിസയിലേക്കുള്ള മാറ്റം എളുപ്പമാക്കുന്നത്. നിയമങ്ങളിൽ അടിക്കടി മാറ്റങ്ങൾ വരുന്നതിനാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇമിഗ്രേഷൻ അഡ്വൈസറുമായും കമ്പനിയുടെ ഇമിഗ്രേഷൻ അറ്റോർണിയുമായും നിരന്തരം ബന്ധപ്പെടുക.